ഗൈസ്, ഞാൻ സ്കോട്ട്ലാൻഡിലോട്ടോ താമസിക്കുന്നത്. എനിക്കറിയുന്ന ഒരുവിധം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് സ്കോട്ട്ലാൻഡ് വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ പോകണം. ഞങ്ങൾക്ക് 3 ദിവസമേ ഉള്ളൂ, ഈ നല്ലൊരു ഐറ്റിനറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ എന്നോട് മെസ്സേജ് അയക്കാറ്. ഗൈസ്, സ്കോട്ട്ലാൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്പോട്ടുകളൊക്കെ റിമോട്ട് ഏരിയസിലാണ്. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. നിങ്ങൾക്ക് കാറില്ലാണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല, കാറൊന്നും എടുക്കാൻ പറ്റില്ല, റെന്റൽ കാറൊക്കെ എടുക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഡിംബ്ര നിങ്ങൾ സ്റ്റേ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് സ്കോട്ട്ലാൻഡിലേക്ക് വരികയാണെങ്കിൽ എഡിംബ്ര സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം നിങ്ങൾ എഡിംബ്ര മൊത്തം കവർ ചെയ്യാം. എന്നിട്ട് റാബീസ്, ഡിസ്കവർ സ്കോട്ട്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ കുറെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഡിംബ്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈലൻഡ്സ്, അതേപോലെ ഗ്ലെൻഫിനാൻ, അങ്ങനത്തെ മെയിൻ സ്പോട്ടുകളൊക്കെ കവർ ചെയ്തിട്ട് എഡിംബ്ര തന്നെ വരാം. അതാണ് ഇവരെ പരിപാടി. അതായത് ട്രിപ്പ് ഉണ്ട്, 2 ഡേ ട്രിപ്പ് ഉണ്ട്, 3 ദിവസത്തെ ട്രിപ്പ് ഉണ്ട്, 4 ദിവസത്തെ ട്രിപ്പ് ഉണ്ട്. ഏത് ട്രിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ നെക്സ്റ്റ് ടൈം സ്കോട്ട്ലാൻഡിൽ കറങ്ങാൻ വരികയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളതിൽ കാറുണ്ട്, റെന്റൽ കാർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും. ഞാൻ DM അയച്ചുതരാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഉണ്ടായിത്തരാം.